ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പാകെ ദൈവവചനമായി നിൽപ്പം ദൈവം തന്ന അവസ്ഥനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് നമുക്കൊരു വാക്യം വായിക്കാം. ഡാനിയേൽ ചാപ്റ്റർ 6 വേഴ്സസ് 22. ഡാനിയേൽ 6:22. മലയാളത്തിലുണ്ടെന്നായിരിക്കും. യുദ്ധങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ് അടച്ചു കളഞ്ഞു. അവരുടെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തത്. അതെ, ഇന്ന് ഞാനൊരു ചെറിയ സന്ദേശമാണ് ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവും സഹായവും ദൈവത്തിന്റെ നടത്തിപ്പും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല സമയങ്ങൾ കഷ്ടങ്ങൾ ഫേസ് ചെയ്യും. ചില സമയങ്ങൾ നമ്മൾ കൺഫ്യൂസ് ആയി പോകും. ഇതെന്താണ് എൻ്റെ ജീവിതത്തിൽ മാത്രം നടക്കുന്നത്, ഇത് ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും എന്നെല്ലാം നമ്മൾ ചിന്തിക്കും. പക്ഷെ ബൈബിൾ നമ്മളോട് പറയുന്നു, ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല. നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഈ വാക്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡാനിയേൽ ഒരു നല്ല മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തെ വളരെയധികം വിശ്വസിച്ചിരുന്നു. അവനൊരു ഫോറിൻ ദേശത്ത് ജീവിച്ചു. അവിടെ പല രാജാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ ഡാനിയേലിന്റെ പ്രവർത്തികൾ കാരണം അവിടുത്തെ രാജാവിന് അവനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ മറ്റുള്ളവർക്ക് ഇത് കണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് അവനോട് അസൂയ തോന്നിയിട്ട് അവർ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഡാനിയേലിനെ കൊടുക്കാൻ ഒരു നിയമം കൊണ്ടുവന്നു. അത് അവര് രാജാവിന്റെ മുമ്പിൽ അത് പറഞ്ഞ്, നിയമം ഇങ്ങനെയായിരുന്നു: 30 ദിവസം വേറെ ഒരു ദൈവത്തിനെ ആരാധിക്കാതെ ആ രാജാവിനെ മാത്രം ആരാധിക്കണം. ഇത് ഡാനിയേലിനെ മാത്രം ഫോക്കസ് ചെയ്തുള്ളൊരു നിയമമായിരുന്നു ഡാനിയേലിനെ കൊടുക്കാൻ വേണ്ടി. കാരണം അവർക്ക് അറിയാമായിരുന്നു ഡാനിയേലിന് ഏക ഒരു ദൈവമേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണെന്ന്. ദൈവത്തിനെ മാത്രം ആരാധിക്കത്തുള്ളെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷെ ഡാനിയേൽ അവിടെ എന്താണ് ചെയ്തത്? ഡാനിയേൽ അവിടെ ഭയപ്പെട്ടില്ല. അവൻ തന്റെ പ്രാർത്ഥന നിർത്താതെ അവൻ എങ്ങനെയാണോ മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത് അതുപോലെ തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നു. ഇതൊരു വലിയ ലൈഫ് ലെസൺ ആണ്. നമ്മൾക്ക് എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും നമ്മൾ ദൈവത്തിനെ സംശയിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല. അത് കേട്ടപ്പോൾ അവർ ഡാനിയേലിനെ പിടിച്ചു. അവർ ഡാനിയേല് രാജാവിനെ ആരാധിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ അവർ ഡാനിയേലിനെ പിടിച്ച് രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നിയമപ്രകാരം ഡാനിയേലിനെ സിംഹക്കുഴിയിലാണ് ഇടേണ്ടത്. പക്ഷെ രാജാവിന് ഡാനിയേലിന് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ രാജാവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിയമം മാറ്റാൻ പറ്റില്ല. അപ്പൊ അവര് രാജാവിനെ സിംഹക്കുഴിയിലോട്ട് ഇട്ടു. ഡാനിയേലിനെ സിംഹക്കുഴിയിലോട്ട് ഇട്ടു. ആ രാത്രി ഡാനിയേൽ സിംഹക്കുഴിയിലായിരുന്നപ്പോൾ നോർമലായി നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു മരണത്തിന് തുല്യമായ ഒരു ശിക്ഷയാണ്. പക്ഷെ അവിടെ നമ്മൾ ബൈബിളിൽ കാണുന്നത് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് സിംഹത്തിന്റെ വായ അടച്ചെന്നുള്ളതാണ്. രാവിലെ രാജാവ് വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ജീവനോടിരിക്കുന്ന ആ ഡാനിയേലിനെയാണ്. ഇതൊരു വലിയൊരു സാക്ഷ്യമാണ് ഡാനിയേലിന്. ദൈവം തന്റെ ജനങ്ങളെ രക്ഷിക്കും എന്നും ഇത് കാണിക്കുന്നുണ്ട്. ഈ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളിൽ 3 ലൈഫ് ലെസൺ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് ഇന്ന് നമ്മൾ ഇതിൽ